അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളെയൊക്കെ തിരിച്ചയക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ തിരിച്ചയക്കുന്നു അമേരിക്ക. കഴിഞ്ഞ ദിവസം മോദിയും ട്രംപുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനൊക്കെ നടന്നതിന് ശേഷം അവരെ എന്തായാലും മോശമായിട്ട് അവരോട് പെരുമാറില്ല എന്നുള്ളൊരു ഉറപ്പെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എത്തുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് നമുക്കൊപ്പം. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടുത്ത സെറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ അടുത്ത ആൾക്കാരെ അവിടെ നിന്ന് നാട് കടത്തുകയാണ്. ഇവരോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാകും എന്നാണ് തീർച്ചയായിട്ടും രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം ആദ്യം വന്ന ആളുകൾ പറഞ്ഞത് വളരെ മോശമായി അവരോട് പെരുമാറി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എത്ര പേരെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്? എങ്ങനെയായിരിക്കും ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരെ ഇപ്പോൾ വീണ്ടും അമേരിക്ക തിരിച്ചയച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങളാണ് പുറപ്പെട്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ഈ വിമാനങ്ങൾ ഇന്ത്യയിലെത്തും. 119 പേരാണ് ഈ വിമാനങ്ങളിൽ ഉള്ളതെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ അമൃത്സറിലായിരിക്കും ഈ വിമാനങ്ങൾ ഇറങ്ങുക. ഇതിപ്പോൾ 2ാം വട്ടമാണ് ഈ നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരുമായിട്ടുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ US സന്ദർശനത്തിനിടെയാണ് അമേരിക്കയുടെ ഇത്തരം ഒരു നീക്കമെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബ് സ്വദേശികളായിട്ട് 67 പേര്, അതുപോലെ ഹരിയാനയിൽ നിന്ന് ഒരു 33 പേരും, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ആൾക്കാരുമാണ് വിമാനത്തിലുള്ളത്. അതേസമയം ഈ ശനിയാഴ്ച ഇന്ത്യയിൽ എത്തുന്നത് സൈനിക വിമാനമാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരറിയിപ്പും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അമേരിക്ക നാട് കടത്തുന്ന ഈ ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘം സൈനിക വിമാനത്തിൽ നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ കൈവിലങ്ങ് വെച്ചാണ് അയച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന മോദി ട്രംപ് ചർച്ചയ്ക്കിടയിൽ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യ തിരികെ സ്വീകരിക്കുമെന്നും അനധികൃത കുടിയേറ്റം ശരിയായ നടപടിയല്ലെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്ന് മോദി പറയുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്മിത, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്.